14-ാം ദിനത്തിലെ യുദ്ധം അതീവ തീവ്രമായി കുരുക്ഷേത്രത്തിൽ അരങ്ങേറുന്നു. സൂര്യന്റെ അന്നത്തെ യാത്ര അവസാനിക്കും കാലമാഗതമായി. പൊടി പാറുന്നു. അർക്കൻ മന്ദപ്രഭനായി നിന്നു. സൈന്യങ്ങൾ ഏവരും തന്നെ പൊരുതിയും എതിർത്തും പിന്മാറിയും വീരന്മാർ ജയം നേടിയും ആ പകൽ മെല്ലെ മെല്ലെ യാത്രയാകുന്നു. ജയം കൊതിച്ചതുകൊണ്ട് സൈന്യങ്ങൾ അപ്രകാരം പൊരുതിക്കൊണ്ട് നിൽക്കുന്നേരം കൃഷ്ണാർജുനന്മാർ ജയന്ദ്രഥനെ കൊല്ലുവാൻ വേണ്ടി സൈന്യത്തിലേക്ക് കുതിച്ചു കയറി. വാസുദേവൻ തെളിക്കുന്ന അർജുനന്റെ രഥം എവിടെ എത്തിയോ ആയിടത്ത് സൈനികരുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉത്തമാധമ മധ്യമങ്ങളും മണ്ഡലങ്ങളുമെല്ലാം ശൗര്യം കാണിച്ചുകൊണ്ട് കാലാഗ്നിക്ക് തുല്യം ഊട്ടി മൂർച്ച കൂട്ടിയ പാർത്ഥബാണങ്ങൾ ശക്തിയായി കുരുക്ഷേത്രത്തിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു. അമ്മ കൊണ്ടുള്ളതും, അതായത് ഒരു തരം മുള കൊണ്ടുള്ളതും ഇരുമ്പ് കൊണ്ടുള്ളതുമായ ഒരു തരത്തിലുള്ള ഉഗ്രശരങ്ങൾ ഞരമ്പ് ചുറ്റി പക്ഷിക്കൂട്ടങ്ങൾ എന്ന പോലെ രക്തം കുടിച്ചു. ധരണിയിലുള്ളവരെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിൽ ശ്രീകൃഷ്ണൻ തേർ അതിശീഘ്രം തെളിച്ചു. അത്ര വേഗത്തിൽ സൂര്യരഥം പോലും സഞ്ചരിക്കുന്നില്ല. ഇന്ദ്രന്റെയും വൈശ്രവണന്റെയും രഥം പോലും ഇത്രയും വേഗത്തിൽ ഓടുന്നില്ല. മനോവേഗത്തിൽ പാർത്ഥന്റെയ തേരുരുണ്ടു പടക്കളത്തിന് നടുവിൽ കൂടി. കേശവൻ മനസ്സിനൊത്ത വേഗത്തിൽ പാർത്ഥരഥത്തെ തെളിച്ചു. തേർക്കൂട്ടത്തിന്റെ നടുക്കെത്തിയപ്പോൾ ആ ദിവ്യാശ്വങ്ങൾ വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ തേരിനെ പണിപ്പെട്ടുകൊണ്ട് വലിച്ചു. യുദ്ധശാണ്ടന്മാരായ പലരും വിടുന്ന അസ്ത്രങ്ങളും വിചിത്രമായ മണ്ഡലത്തെ ചുറ്റി ഗമിച്ചു. അങ്ങനെ ആ കുതിരകൾ ക്ഷീണിതരായി. ആ കുതിരകൾ മരിച്ചു കിടക്കുന്ന ആന, ആഴം, തേർ, അശ്വം എന്നിവയുടെ മുകളിലൂടെ മനോവേഗത്തിൽ ഗമിച്ച് ക്ഷീണിച്ചു, അവശരായി. അതിനിടയിൽ അവന്ത്യവീര ഭ്രാതാക്കന്മാർ സൈന്യത്തോടു കൂടി ക്ലാന്തസ്വനാകുന്ന അർജുന പാണ്ഡവന് നേരെ അസ്ത്രങ്ങൾ എയ്തു. അതും 60 ശരങ്ങൾ. അർജുനനെ കൂടാതെ അർജുന സാരഥിക്കുമേൽ 70 ശരങ്ങളും അശ്വങ്ങൾക്കുമേൽ 100 ശരങ്ങളും എയ്തു. എന്നാൽ 60, 100, 70 ശരങ്ങൾക്ക് അർജുനൻ മറുപടിയായി 9 ശരങ്ങൾ അവന്ത്യപ്പടയിലേക്ക് അയച്ചു. അർജുനാസ്ത്രങ്ങൾ അവരുടെ മർമ്മം ഭേദിച്ചു. അങ്ങനെ അവരെയെല്ലാം സംഹരിച്ചു കൊണ്ട് നിൽക്കുന്ന അർജുനനോടായി ഭഗവാൻ വാസുദേവൻ അശ്വങ്ങളുടെ ക്ഷീണാവസ്ഥയെ ബോധിപ്പിച്ചു. ക്ഷീണിതരായ ഈ അശ്വങ്ങൾ ദാഹജലത്തിനായി ആഗ്രഹിക്കുന്നു. അവയ്ക്ക് ദാഹജലം നൽകുവാനായി ജലാശയങ്ങളോ ജലസംഭരണികളോ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ കുരുക്ഷേത്ര ഭാഗത്ത് ഇല്ല അർജുന എന്ന് കൃഷ്ണൻ പറയുന്നു. യുദ്ധം നടക്കെ ഈ രണഭൂവിൽ നിന്നും യുദ്ധത്തിന് അന്നേ ദിവസത്തെ സമാപനം കുറിക്കാതെ പുറത്തിറങ്ങുവാൻ സാധിക്കുകയില്ല എന്നിങ്ങനെയുള്ള കൃഷ്ണവാക്യങ്ങൾ ശ്രവിച്ച പാർത്ഥൻ ഉടനെ തന്നെ ധരണിയെ ശരം കൊണ്ട് പിളർന്നു. അവിടെ ആ കുരുക്ഷേത്ര മണ്ണിൽ അർജുനൻ വാജിപാന സരസ് നിർമ്മിച്ചു. ആ സരസിൽ ഹംസങ്ങളും ആമകളും മത്സ്യങ്ങളും ചേർന്ന് ആ സരസ് ശോഭിച്ചു. അർജുനാശ്വങ്ങൾക്കായി അർജുനൻ ആ പടക്കളത്തിൽ അങ്ങനെ മനോഹരമായൊരു സരസ് തീർത്തു.